നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. LDF, UDF, NTA മുന്നണികൾ റോഡ് ഷോയുമായി കലാശക്കൊട്ട് ആവേശമാക്കിയപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവർ കലാശക്കൊട്ട് ഉപേക്ഷിച്ചു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. നിലമ്പൂർ ടൗണിനെ ഇളക്കിമറിച്ച് ശക്തി പ്രകടനവുമായാണ് മുന്നണികൾ കൊട്ടിക്കലാശം ആവേശമാക്കിയത്. മരുതയിൽ നിന്നാരംഭിച്ച LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ റോഡ് ഷോ വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് നിലമ്പൂരിലെത്തിയത്. UDF സ്ഥാനാർത്ഥി ആര്യണ ഷൗക്കത്തിന്റെ റോഡ് ഷോ വഴിക്കടവ് നിന്നാണ് ആരംഭിച്ചത്. പതാകകൾ ഉയർത്തിയും ത്രിവർണ ബലൂണുകൾ പറത്തിയും UDF പ്രവർത്തകരും നേതാക്കളും കലാശക്കൊട്ട് ആവേശമാക്കി. ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ മുതലായിരുന്നു NDA പ്രവർത്തകരുടെ കലാശക്കൊട്ട്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിനൊപ്പം നേതാക്കളും ആവേശം ഇരട്ടിയാക്കി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ PV അൻവർ കൊട്ടിക്കലാശത്തിനില്ലായിരുന്നു. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു അൻവർ. 23 നാൾ നീണ്ട പരസ്യ പ്രചാരണം കൊടിയിറങ്ങിയതോടെ ഇനി നിശബ്ദ പ്രചാരണമാണ്. അവസാന മണിക്കൂറിൽ വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാകും സ്ഥാനാർത്ഥികൾ. കേരള വിഷൻ ന്യൂസ്, നിലമ്പൂർ.